പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും തന്ന് ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം പുത്തൻ പുലരി കൂടി കാണുവാൻ ദൈവം തന്ന ശക്തിക്കും ബലത്തിനും കർത്താവ് തന്ന എല്ലാ നല്ലദാനങ്ങൾക്കും കൃപകൾക്കുമായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് യഹോവയുടെ നാമത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ഈ പ്രഭാതം ദൈവവചന ധ്യാന ചിന്തയോടെ ആരംഭിക്കാൻ ആധാരമായി ഒരു വചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം അതിൻ്റെ 11 വാക്യം. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായത്തിൽ നിന്ന് എടുത്തിരിക്കുന്നൊരു വാക്യമാണ്. ഈ വചനം പറയുന്നു, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഹല്ലേലൂയ. ഈ വചനം വായിച്ചു കേൾക്കുമ്പോൾ യെശയ്യാവ് 43 എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തെ ചില വചനങ്ങൾ ചിലപ്പോൾ അതിൻ്റെ റെഫറൻസ് അറിയില്ലെങ്കിൽ പോലും ആ വചനങ്ങൾ നമ്മൾ എടുക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉദ്ധരിക്കുകയും ചെയ്യുന്ന വാക്കുകളുണ്ട്. ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വീണ്ടെടുപ്പുകാരനായ ദൈവത്തിൻ്റെ വാക്കുകൾ, നീ വെള്ളത്തിൽ കൂടി നടക്കും എന്നാൽ മുങ്ങിപ്പോകുകയില്ല, നദിയിൽ കൂടി നടക്കും, തീയിൽ കൂടി നടക്കും, വെന്തു പോകുകയില്ല. ഇങ്ങനെ പറയുന്ന ആ ഉറപ്പിൻ്റെ പ്രോമിസിൻ്റെ വാക്കുകൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43 അധ്യായത്തിലുണ്ട്. നമ്മളത് വായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ വചനം വായിച്ചു കേൾക്കുമ്പോൾ വീണ്ടെടുപ്പുകാരനായ രക്ഷിക്കുന്ന കുറച്ച് ആ പദങ്ങൾ 43 അധ്യായത്തിൽ തന്നെ ഒരു 13 കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് മാത്രം ഈ ഇസ്രായേലിൻ്റെ ദൈവം എങ്ങനെയാണെന്നുള്ളത് ഈ 13 കാര്യങ്ങൾ അതായത് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പം അത് തുടങ്ങുമ്പോൾ തന്നെ 13 കാര്യങ്ങൾ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നതായിട്ട് കാണാം. ദൈവം ആരാണ് ഇസ്രായേലിനുള്ളത്? 1, വീണ്ടെടുക്കപ്പെട്ടവൻ. 2, എനിക്കുള്ളവൻ. 3, നീ വിളിക്കപ്പെട്ടവൻ. 4, ഒരിക്കലും നശിക്കാത്തവൻ. 5, രക്ഷിക്കപ്പെട്ടവൻ. 6, വാങ്ങപ്പെട്ടവൻ. 7, വിലയേറിയവൻ. 8 വാക്യം മാന്യൻ. 9, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ. 10, ഭയപ്പെടുവാൻ ആവശ്യമില്ലാത്തവൻ. 11, കൂട്ടിച്ചേർക്കപ്പെടുവാൻ പോകുന്നവൻ. 12, ദൈവനാമത്തിൽ വിളിക്കപ്പെട്ടവൻ. 13, ദൈവമഹത്വത്തിനായി നിയമിക്കപ്പെട്ടവൻ. ഇങ്ങനെ ദൈവം വീണ്ടെടുപ്പുകാരനായി രക്ഷകനായി കൂടിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആ ദൈവവും ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനവുമായിട്ടുള്ള അഭേദ്യമായ ഇങ്ങനെ അമ്മ കുഞ്ഞിനോടുള്ള പുക്കിൾക്കൊടി ബന്ധം എന്ന പോലെ ആ ബന്ധത്തിന് ഇങ്ങനെ ദൈവവും ഇസ്രായേൽ ജനവും ദൈവത്തിൻ്റെ ജനവുമായിട്ടുള്ള ഒരാത്മീക ബന്ധത്തെ, ആത്മബന്ധത്തെ പറഞ്ഞിട്ട് ആ ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് കടന്ന് അതിൻ്റെ അളവ്, അതിൻ്റെ ആഴം കടന്നിട്ട് പിന്നെ പറയുന്ന വാക്കുകളാണ്, പിന്നെ നാം കേട്ട വാക്കുകൾ, പിന്നെ പറയുന്ന വാക്കുകളാണ് താഴെ ഇപ്പം നാം വായിച്ചു കേട്ട വാക്ക്. അതിൻ്റെ അവസാനം ഒരു കൺക്ലൂഷൻ പോലെ ഞാൻ തന്നെ യഹോവ 2 പ്രാവശ്യം ആവർത്തിക്കുക. അത് മോശ ഒരിക്കൽ ചോദിച്ചു, നിന്റെ പേരെന്താണെന്നാ പറയേണ്ടത്? ഞാനാകുന്നു. അതാ ആ ദൈവത്തിൻ്റെ പേര് ഫറവോൻ ചോദിക്കുമ്പോൾ ഞാനാകുന്നവൻ, ഐ ആം ദാറ്റ് ഐ ആം. ഇവിടെ ഈ വാക്കുകൾ 2 പ്രാവശ്യം ആവർത്തിക്കും. ഞാൻ അത് 2 പ്രാവശ്യം പറയുന്നത് ഉറപ്പിക്കുന്ന ഉറപ്പിക്കുന്ന ഈ ബന്ധങ്ങളെല്ലാം ദൈവവും തൻ്റെ ജനവുമായിട്ടുള്ള ബന്ധം പറഞ്ഞിട്ട് അവസാനം ഉറപ്പിക്കുന്ന ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. മേളി പറഞ്ഞ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു ശകല വേദവാക്യമാണ്. ഒന്നുകൂടെ പറഞ്ഞ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വാക്കാണ് ഞാൻ അല്ലാതെ ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല. ഇത് ദൈവത്തിൻ്റെ ജനത്തോട്, അന്നത്തെ ഇസ്രായേൽ, ഇന്ന് പുതിയ നിയമസഭയോട്, അല്ലെങ്കിൽ പുതിയ ജനമായ ദൈവമകനായ നിന്നോട് പറയുന്ന വാക്കാ ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. കുഞ്ഞെ, ഇന്ന് ഈ പ്രഭാതത്തിൽ നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണോ? ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണോ? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന, അതാ, യഹോവയിൽ തന്നെയാണോ ആശ്രയിക്കുന്നത്? ദൈവത്തിൽ മാത്രമാണോ ആശ്രയിക്കുന്നത്? അങ്ങനെയാണ് എങ്കിൽ, ദൈവത്തിൽ മാത്രമാണ് ആശ്രയിക്കുന്നതെങ്കിൽ ഇന്ന് ഈ
ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ പ്രഭാതത്തെ കുഞ്ഞെ നീ ഉറപ്പിച്ചോ, നിന്നോട് ദൈവം വന്നിട്ട് പറയുന്ന അതേ വാക്കുണ്ട്. നീ എന്നിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നുണ്ട്, എന്നിൽ മാത്രം ട്രസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നിനക്ക് തിരിച്ചൊരു പ്രോമിസ് ഉണ്ട്, ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ഉറപ്പുണ്ട്. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവ് നിനക്കില്ല. അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഞാനൊരു ദൈവം, പണ്ടേ ആശ്രയിക്കുന്ന ദൈവം, ഞാനല്ലാതെ ഒരു ദൈവമില്ല. ആശ്രയിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത ഇങ്ങനൊരു ദൈവം ഇല്ല. അതിന്റെ 13ാമത്തെ വാക്യം അത് ആവർത്തിച്ച് പറയുന്നുണ്ട്, നിത്യത മുതൽ അനന്യൻ തന്നെ, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആർ തടയും. ആ വാക്ക് അങ്ങ് ഉറപ്പ് തരിക, ഞാൻ പ്രവർത്തിക്കും, ആർ തടയും. അതേ, പ്രവർത്തിക്കാൻ ശക്തനായ, പ്രവർത്തിക്കാൻ പ്രാപ്തനായ ഒരു ദൈവമുണ്ട്. ഞാൻ പ്രവർത്തിക്കും, ആർ തടയും. ആ ദൈവകരങ്ങളിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുമ്പോഴും ആ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച്, ഞാൻ പ്രവർത്തിക്കും, ആർ തടയും. അതെ, തടയാൻ മറ്റൊരു ശക്തിയില്ലാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി മുൻചെല്ലുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന, മാറോട് ചേർത്തണയ്ക്കുന്ന ആ സ്നേഹത്തിന് മുൻപിലേക്ക് നമുക്ക് തന്നെ സമർപ്പിക്കാം. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ആ ദൈവകരനിലേക്ക് നമുക്ക് ഒന്നുകൂടെ പുതുക്കത്തോടെ ട്രസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിന്റെ കൃപ, സ്വർഗത്തിന്റെ ശക്തി ജനത്തോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ ഈ ജനത്തോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ വചനം ഉറപ്പിക്കുന്നു, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഈ ജനത്തിന് രക്ഷിതാവില്ല. ആശ്രയിക്കുന്ന ജനത്തെ ഉപേക്ഷിക്കാത്ത ദൈവമേ, ആ വചനം കൈമാറുന്നു. ഞാൻ പ്രവർത്തിക്കും, ആർത്തെടുക്കും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, തടയാൻ മറ്റൊരു ശക്തിയില്ല. ആത്മാവിൽ ആ വചനം കൈമാറുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ, സ്വർഗം ഈ ജനത്തോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ സാന്നിധ്യം കൊണ്ട് മറക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന ഏൽപ്പിക്കാൻ സ്തോത്രം. എല്ലാ മാനവും മഹത്തോട് നെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മളെല്ലാവരെയും കർത്താവ് മറയ്ക്കുമാറാകട്ടെ. ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.